തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ മീറ്റ് ദ പ്രസ് പരമ്പര ഇന്ന് തുടങ്ങുകയാണ്. LDF സർക്കാർ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 1 വർഷം പിന്നിടുമ്പോൾ, 6 മാസം പിന്നിടുമ്പോൾ 6-ന് മാർക്കെത്ര LDF സർക്കാരിൻ്റെ 6 മാസം. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള മീറ്റ് ദ പ്രസ് പരമ്പര ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് LDFിൻ്റെ സംസ്ഥാന കൺവീനറും CPIMൻ്റെ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശ്രീ A. വിജയരാഘവനാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ A. വിജയരാഘവനെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാധ്യമപ്രവർത്തകരെ എല്ലാവരെയും പ്രസ് ക്ലബിന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രസ് ക്ലബിൻ്റെ സ്നേഹോപഹാരം ശ്രീ വിജയരാഘവന് നൽകാൻ ക്ലബിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ രാജേഷ് രാജേന്ദ്രനെ ക്ഷണിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചരിത്രത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള തുടർ ഗവൺമെന്റ് കൂടിയാണ്. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 5 സംവത്സരക്കാലം കേരളത്തിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മികവാർന്ന ഭരണ നിർവഹണം കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്കും അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിനും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുമായി നടത്തുകയുണ്ടായി. ആ മികച്ച പ്രവർത്തനത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഇടതുപക്ഷ തുടർ ഭരണം. അരാഷ്ട്രീയതയുടെ അടിത്തറയിലല്ല, മറിച്ച് സമഗ്രമായ ഒരു വീക്ഷണം നമ്മുടെ കേന്ദ്ര ഭരണാധികാരികൾ തുടരുന്ന പൊതു നയസമീപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വീകരിക്കുകയാണ് കേരളം ചെയ്തത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക നയത്തിൽ ചിലവ് ചുരുക്കുക, അതിൻ്റെ ഭാഗമായി സാധാരണക്കാർക്കുള്ള സഹായങ്ങളും പൊതുനിക്ഷേപങ്ങളും വെട്ടിക്കുറക്കുക, എല്ലാം കോർപ്പറേറ്റുകൾക്ക് തുറന്നു കൊടുക്കുക എന്ന നയത്തിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചത്. ആ ബദൽ നയങ്ങൾക്കുള്ള ജനങ്ങളുടെ പിന്തുണ കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം. ഇവിടെ ഒന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ വ്യത്യസ്തമാക്കിയത് പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ കാണിച്ച മികവാർന്ന മുൻകൈയാണ്. ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിന്റെ നാനാ മേഖലയിലുമുള്ള വളർച്ചയെ ലക്ഷ്യം വയ്ക്കുന്ന സമഗ്രമായ ഒരു പ്രകടന പത്രിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുകയുണ്ടായി. സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ള കേരളീയരുടെ വിദഗ്ധ അഭിപ്രായങ്ങളാകെ സമാഹരിച്ചതാണ് ഈ പ്രകടന പത്രിക. ആ പ്രകടന പത്രിക ഊന്നൽ നൽകുന്ന വിഷയങ്ങൾക്ക് വേഗത്തിൽ മുൻകൈയെടുത്ത് പരിഹാരം കാണാനാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ
രണ്ടാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ഈ തുടർഭരണത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇപ്പോ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി നല്ല നിലയിൽ മുൻകൈയെടുത്ത് ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ നയിക്കുകയാണ്. ഈ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച പൊതു കാഴ്ചപ്പാട് വേഗത ഏറിയതും സമഗ്രവുമായ കേരളത്തിന്റെ പുരോഗതി ഉറപ്പാക്കുക എന്നതാണ്. ആധുനിക സമൂഹത്തിൽ മികവാർന്ന ജീവിത സൗകര്യങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തെ രൂപപ്പെടുത്തണം. ജനങ്ങളുടെ ആഗ്രഹത്തിന് അനുസൃതമായി പുതിയ കേരളം എന്നതാണ്. ഇതിന്റെ അടിസ്ഥാന കാരണം കുറേയേറെ മേഖലകളിൽ കേരളം ആർജിച്ച മുന്നേറ്റമാണ്. നീതി ആയോഗ് ഈ അടുത്ത ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, അതിലെല്ലാം കേരളം എത്രയോ മുന്നിലാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെടുത്തി ജീവിത നിലവാര സൂചികയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ്. ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം എന്നാണ് കേരളത്തെ അടയാളപ്പെടുത്തുന്നത്. ആയുർനിരക്കിന്റെ കാര്യത്തിൽ ലോകോത്തരമാണ് കേരളത്തിന്റെ പൊതുസ്ഥിതി. ലിംഗാനുപാതത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മികവാർന്നതാണ് കേരളത്തിന്റെ പൊതുസ്ഥിതി. എല്ലാവരും സാക്ഷരരായ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റമുണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ LDF ഗവൺമെന്റ് ഏറ്റവും വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത്. വിവിധ മേഖലകളിൽ പൊതു നിക്ഷേപം നടത്തുന്നതിലാണ് LDFന്റെ ഏറ്റവും മികച്ച വിജയം. കോർപ്പറേറ്റുകൾ, ഇന്ത്യയിലും വിദേശത്തുമുള്ള കോർപ്പറേറ്റുകൾ സമ്പദ്ഘടനയുടെ എല്ലാ മേഖലയിലും മേധാവിത്വം സ്ഥാപിക്കുമ്പോഴാണ് ഇവിടെ 10,000 കോടി രൂപയുടെ പൊതു നിക്ഷേപം നമുക്ക് നടത്താൻ സാധിച്ചിരിക്കുന്നത്. അത് കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് നാം നിക്ഷേപം നടത്തി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ 6 മാസത്തിലെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മികവ് നോക്കിയാൽ ആ ഗവൺമെന്റ് എടുത്ത മുൻകൈയിന്റെ പൊതുചിത്രം നോക്കി നമുക്ക് ബോധ്യപ്പെടും. ഇപ്പൊ നീതി ആയോഗ് ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനമാണ് കേരളം എന്നാണ് അടയാളപ്പെടുത്തിയത്. എന്നാൽ ഈ കേരള ഗവൺമെന്റിന്റെ മുൻഗണന എന്താ? നമ്മുടെ ഈ സമൂഹത്തിലെ അതിദരിദ്രരെ കണ്ടെത്തുക, അവരുടെ ജീവിതത്തെ പൊതു ധാരയുമായി കൂട്ടിച്ചേർക്കാവുന്ന രൂപത്തിൽ മെച്ചപ്പെടുത്തുക. അതിനുള്ള പ്രവർത്തനമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒന്നാമത്തെ പരിഗണനയായി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. രണ്ടാമത്തെ വിഷയം എന്താ? രണ്ടാമത്തെ വിഷയം ഇപ്പോ നിർമ്മിത ബുദ്ധിയുടെ, നാനോ ടെക്നോളജി പോലെയുള്ള സാങ്കേതിക വിദ്യയുടെ ഇപ്പൊ പുതിയ തലമുറ നവീന സാങ്കേതിക വിദ്യയുടെ ഉപയോഗപ്പെടുത്തലിലൂടെ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്ന് വികസിത രാജ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതുണ്ടാകുമോ എന്ന് രണ്ടാമത്തെ ചോദ്യം. ലാഭം വർദ്ധിപ്പിക്കാനുള്ള മാർഗമായി ഇത്തരം പ്രവർത്തനങ്ങൾ പുതിയ വ്യവസായ മേഖലയിലേക്ക് വരുന്നു. ലോകം കണക്കുകൂട്ടുന്നത് എന്താ? ഇതിന്റെ ഉപയോഗം സാമ്പത്തിക വളർച്ച ഉണ്ടാക്കിയാൽ തന്നെ വലിയ തോതിലുള്ള തൊഴിൽ രാഹിത്യം ഉണ്ടാക്കും. ലോകത്ത് തൊഴിലവസരങ്ങളുടെ സാധ്യതകൾ വലിയ തോതിൽ ഇടിയാൻ പോവുകയാണ്.
അടുത്ത തലമുറ സാങ്കേതികവിദ്യയുടെ വിന്യാസത്തിലൂടെ. സമാന്തരമായി കോവിഡ് ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. 1.5 ദശാബ്ദം മുമ്പ് ആരംഭിച്ച ലോക സാമ്പത്തിക മാന്ദ്യത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയിട്ടില്ല. അപ്പൊ തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെടുത്തി യുവതലമുറക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ മുൻകൂട്ടി കാണുക, അതാണ് ഇത്തരമൊരു വിഷയത്തെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്. അതാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. എന്തിനാ? ജ്ഞാന സമൂഹത്തെ രൂപപ്പെടുത്തി യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യം നൽകി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിലെ പരിജ്ഞാനത്തെ നമ്മുടെ യുവതലമുറക്ക് നൽകി 20 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നതിന് മുൻഗണന നൽകുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ, ലോക തൊഴിൽ കമ്പോളത്തിൽ മത്സരിക്കാനും നമ്മുടെ യുവതലമുറയെ പ്രാപ്തരാക്കുക, അതിനുള്ള മുൻകൈയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. തൊഴിൽ നൈപുണ്യത്തിനാണ് അത് പ്രാധാന്യം നൽകുന്നത്. അതിനനുസൃതമായ രൂപത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടി, കഴിഞ്ഞ തവണ നമ്മൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. ഇനി നമുക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടി ആ നിലയിൽ മികവുള്ളതാക്കണം. സമാന്തരമായി അവിടെ തൊഴിൽ നൈപുണ്യം പുതുതലമുറക്ക് നൽകണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നമ്മൾ ആർജിച്ച നേട്ടങ്ങളുടെ വിപുലീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയെ കൃഷിയിൽ വിന്യസിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ കാർഷിക സമ്പദ്ഘടന ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെടുത്തുക എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളും നമ്മളിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം അടിസ്ഥാന സൗകര്യ വിപുലീകരണം. എന്താ കേരളത്തിന്റെ പരിമിതി? ഏറ്റവും കൂടുതൽ വാഹന ഡെൻസിറ്റി കേരളത്തിലാണ്. എന്നാൽ 4 വരിപ്പാത ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. പെട്രോളിയം സെസ്സുകൾ ഈ ആവശ്യത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പിരിക്കാൻ തുടങ്ങിയിട്ട് ദശാബ്ദങ്ങളായെങ്കിലും ആ മേഖലയിലെ നിക്ഷേപം ഏറ്റവും കുറവ് കേരളത്തിലാണ്. LDF ഗവൺമെന്റ് നടത്തിയിരിക്കുന്ന ഒരു മികവാർന്ന പ്രവർത്തനം എന്താ? ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാന സൗകര്യം എന്നത് ദീർഘകാലത്തേക്കുള്ള നിക്ഷേപമാണ്. ഇപ്പൊ നമുക്ക് 4 വരിപ്പാത ഇല്ല, വളരെ കുറവാണ്. ഈ ഗവൺമെന്റ് 650 കിലോമീറ്റർ ദേശീയപാത, 6 വരി ദേശീയപാത ഉണ്ടാക്കാനുള്ള സ്ഥലം ഏറ്റെടുത്ത് ഇപ്പോ വിവിധ റീച്ചുകളാക്കി ടെൻഡർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇതാണ് പ്രഖ്യാപനമല്ല, പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ദേശീയ പാതയുടെ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തീകരിച്ചു, ലേലം ചെയ്തു, ആളുകൾ ഇപ്പോൾ ടെൻഡർ എടുത്തു, പ്രവർത്തനം ആരംഭിച്ചു. സ്ഥലം ഏറ്റെടുക്കുന്നതിൽ വന്ന എല്ലാ തടസ്സങ്ങളെയും ഭൂമി നഷ്ടപ്പെടുന്നവരുമായി ചർച്ച ചെയ്ത് അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള നഷ്ടപരിഹാരം നൽകി നമുക്ക് വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയും. അതാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ നമുക്കത് കേരളത്തിൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യമുണ്ട്. വലിയ സംശയാലുക്കളായ ധാരാളം സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്നവരിലും ധാരാളം സംശയാലുക്കളുണ്ട്. അവർ കരുതിയതും പ്രചരിപ്പിച്ചതുമല്ല ഇവിടെ നടന്നത്. കാരണം കേരളത്തിന്റെ വികസനം സംബന്ധിച്ചുള്ള സമഗ്ര സമീപനമാണ്. ഇപ്പൊ ഗെയിൽ പൈപ്പ് ലൈൻ അത് പൂർത്തീകരിച്ചല്ലോ. ഇപ്പൊ പൂർത്തീകരിച്ച സമയത്ത് അതിനെതിരായ സമരങ്ങളൊക്കെ നടക്കുകയുണ്ടായി. സമരത്തിൽ നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇപ്പൊ എന്താ നടക്കണേ? പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു,
പൈപ്പ് വഴി പാചകവാതകം വിതരണം ചെയ്യുന്ന പരിപാടി കേരളത്തിൽ ആരംഭിച്ചു. ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടായിരുന്ന മലപ്പുറത്താണ് ഈ പൈപ്പ് ലൈൻ വഴിയുള്ള പാചകവാതക വിതരണം തുടക്കം കുറിക്കുന്നത്. ഒന്നാമതായിട്ട് മഞ്ചേരിയിൽ, തൊട്ടടുത്ത് മലപ്പുറത്ത്. അവിടെയാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഈ പ്രകൃതി വാതകം പൈപ്പ് വഴി വീടുകളിൽ എത്താൻ പോകുന്നത്. പ്രവർത്തനമായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ലഭ്യമാകും. കേരളത്തിൽ എല്ലാ നഗരങ്ങളിലും അത് നമുക്ക് നൽകാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീക്കി. പ്രഖ്യാപനമല്ല, പൂർത്തീകരണമാണ്. എത്ര വലിയ സമരങ്ങൾ അതിനെതിരായിട്ട് ഇവിടെ രൂപപ്പെടുത്തിയിരുന്നു, ഗെയിൽ പൈപ്പ് ലൈനിനെതിരായിട്ട്. അത് പൈപ്പ് ലൈനിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു, കമ്മീഷൻ ചെയ്തു, ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ വീടുകളിലേക്ക് പാചകവാതകം വരുന്നു. ഇനി നമ്മുടെ പെട്രോൾ പമ്പുകൾ വഴി അതിനു വേണ്ടി പ്രത്യേക പമ്പുകൾ വരുന്നു. ഓട്ടോറിക്ഷകൾക്കും ബസ്സുകൾക്കും അത് ഉപയോഗിക്കാൻ കഴിയുന്നു. കൂടുതൽ പ്രകൃതിക്ക് അനുകൂലമായ രൂപത്തിലുള്ള വാഹന ഗതാഗതം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നു. അത് ഇപ്പൊ നടന്നാണ്. പിന്നീട് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും, ഈ 6 വരിപ്പാത പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും കൗതുകരമായ കാര്യം എന്താ, ജനങ്ങൾ സ്വമേധയാ വീട് പൊളിച്ചു കൊടുക്കുന്നു എന്നുള്ള, കടകൾ പൊളിച്ചു കൊടുക്കുന്നു എന്നുള്ള. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഗവൺമെന്റ് പ്രതിജ്ഞ പാലിച്ചു എന്നുകൊണ്ടാണ് ആ നിലയിൽ വരുന്നത്. 62,000 കോടി രൂപയുടെ നിക്ഷേപം വരും. അത് കേരളത്തിനകത്ത് ഉപയോഗിക്കപ്പെടും. മികവാർന്ന അതിന്റെ ഒരു പ്രതിഫലനം സാമ്പത്തിക രംഗത്തുണ്ടാവും. അതാണ് ഈ ഗവൺമെന്റ് വന്നതിന്റെ ശേഷമുള്ള ഏറ്റവും വലിയ മാറ്റം. വേഗത്തിൽ നമുക്ക് ഈ ദേശീയപാത പൂർത്തീകരിക്കാൻ, ഒരു 3 കൊല്ലം കൊണ്ടത് പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ വേഗതയിലാണ് നീങ്ങുന്നത്. വികസനത്തിന്റെ സമഗ്രതയാണ് ഈ രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ വ്യത്യസ്തമാക്കാൻ പോകുന്നത്. വേഗതയും സമഗ്രതയും സാമൂഹ്യ താല്പര്യവും സമന്വയിപ്പിച്ചതാണ് ഈ പ്രവർത്തനം. അതിന്റെ തുടർച്ചയിലാണ് സിൽവർ ലൈനിന്റെ പദ്ധതിയെക്കുറിച്ചുള്ള നമ്മുടെ മുൻകൈപ്പ് വരുന്നത്. അവിടെയും വേഗത്തിൽ തീരുമാനമെടുത്താണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിനാവശ്യമായ ചെലവ് സംസ്ഥാനം നിർവഹിക്കണം എന്ന സ്ഥിതി നിർബന്ധിക്കപ്പെട്ടപ്പോൾ ആ സന്നദ്ധത തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാണിക്കുന്നത്. നേരത്തെ ദേശീയപാതയുടെ വിഷയത്തിൽ ഭൂമി ഏറ്റെടുക്കാനുള്ളത് പണം സംസ്ഥാനം കണ്ടെത്തണം എന്ന സ്ഥിതി വന്നപ്പോൾ അതുതന്നെയാണ് കേരള ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം. നല്ല നിലയിൽ നമുക്ക് അത്തരം വികസന പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതോടൊപ്പം ഇപ്പോൾ എയർപോർട്ടുകൾ, പുതിയ എയർപോർട്ട് ഉണ്ടാക്കാൻ ശബരിമല തീർത്ഥാടകരുമായി ബന്ധപ്പെടുത്തി എയർപോർട്ട് ഉണ്ടാക്കാനുള്ള സന്നദ്ധത ഗവൺമെന്റ് കാണിക്കുന്നുണ്ട്. ആ സന്നദ്ധതയുടെ സഫലീകരണം തന്നെയാണ് ഗവൺമെന്റ് ലക്ഷ്യമിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭരണനിർവഹണവുമായി ബന്ധപ്പെടുത്തി KAS അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇപ്പോ നിയമനം നടക്കുകയാണ്. അത് കൂടുതൽ സുതാര്യവും വേഗതയേറിയതുമായ ഭരണനിർവഹണത്തിന്റെ സാധ്യതയെ രൂപപ്പെടുത്തും എന്നതും നിസ്തർക്കമായ ഒരു കാര്യമാണ്. അപ്പൊ ആ നിലയിൽ നോക്കിയാൽ കേരളത്തിന്റെ നാനാ മേഖലകളിലുള്ള വികസനത്തെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പൊ നമ്മൾക്ക് വിപുലീകരിച്ച ഒരു അധികാര വികേന്ദ്രീകരണ സംവിധാനമുണ്ട്. കുടുംബശ്രീ പോലെയുള്ള കൂട്ടായ്മകളുണ്ട്. അതൊക്കെ കൂടുതൽ വിപുലീകരിക്കാനാണ് ഗവൺമെന്റ് സന്നദ്ധമാകുന്നത്. സമൂഹത്തിന്റെ ജനാധിപത്യ ഉള്ളടക്കത്തിനാണ് ഗവൺമെന്റ് മുൻകൈ നൽകുന്നത്. ബഹുസ്വരതയുള്ള ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിൻ്റെത് എന്നുള്ളത് കൊണ്ട് തന്നെ മതനിരപേക്ഷ മൂല്യങ്ങളെ പരിരക്ഷിച്ച് എല്ലാ വിഭാഗം ജനങ്ങളുടെയും യോജിപ്പ് വളർത്തി എല്ലാ നിലയിലുമുള്ള കേരളത്തിന്റെ വളർച്ച, സമഗ്രമായ വേഗതയുള്ള മുന്നേറ്റം, ആ നിലയിൽ കേരളത്തിലെ മുഴുവൻ കേരളീയർക്കും ആത്മവിശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന
ആ പ്രതീക്ഷയിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റാണ് എന്ന പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആത്മവിശ്വാസത്തിന്റെ വേഗത വർദ്ധിപ്പിച്ച 6 മാസമാണ് പിന്നിട്ട് പോയിരിക്കുന്നത്. തീർച്ചയായും കേരളം ഇന്ത്യയിൽ മനുഷ്യജീവിതത്തിന്റെ നാനാ മേഖലകളിൽ ധാരാളം കാര്യത്തിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്താണ്. അത് കൂടുതൽ മെച്ചപ്പെട്ട അർത്ഥപൂർണമായ നിലയിൽ വികസിക്കാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ജീവിത സാധ്യതകളുടെ ഗുണാംശങ്ങൾ അതിസാധാരണക്കാരന് കൂടി ലഭ്യമാകുന്ന തരത്തിൽ കേരളത്തിന്റെ വളർച്ചയാണ് നാം ലക്ഷ്യമിട്ടിരിക്കുന്നത്. കേരളത്തിൽ നടന്ന സാമൂഹ്യ പരിഷ്കരണ നിയമങ്ങൾ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതിൽ കാണിച്ച ശുഷ്കാന്തി, നമുക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, മികച്ച വിദ്യാഭ്യാസ സൗകര്യം, ആരോഗ്യ സംവിധാനം, ഇവയെല്ലാം കൂടുതൽ മെച്ചപ്പെടാൻ പോവുകയാണ്. ഇപ്പൊ കോവിഡിനെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭാഗത്ത് ആരോഗ്യ സംവിധാനത്തിന്റെ മികവും അതോടൊപ്പം പട്ടിണി ഉണ്ടാവില്ല എന്ന ഉറപ്പും ഇവിടെ പ്രാവർത്തികമായതാണ്. അത് ലോക ശ്രദ്ധ ആകർഷിച്ചതാണ്. സുപ്രീം കോടതി പോലും അതിനെ അഭിനന്ദിച്ചതാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും മാതൃകയായി ചൂണ്ടിക്കാട്ടിയതാണ്. ആ മാതൃകകൾ കൂടുതൽ വിപുലപ്പെടുത്തുക എന്നത് അതിപ്രധാനമാണ്. അതോടൊപ്പം കരുതലോടുകൂടി ആധുനിക കാലം സൃഷ്ടിക്കുന്ന പരിമിതികളിൽ നിന്ന് രൂപം കൊള്ളാനിടയുള്ള ദരിദ്രവൽക്കരണത്തിലേക്ക് കേരളത്തിലെ പാവപ്പെട്ടവർ ചെന്ന് വീഴാതിരിക്കാനുള്ള ജാഗ്രതയോടുകൂടിയ പരിരക്ഷ എന്നതും നല്ല നിലയിൽ ഗവൺമെന്റിന്റെ പരിഗണനയിൽ മുൻകൈയിൽ ഉണ്ട് എന്നതും നല്ല കാര്യമാണ്. ആ നിലയിലുള്ള ഒരു പരിശോധനയിൽ ഇന്നത്തെ ഒരു പൊതുവസ്ഥയിൽ, ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ എല്ലാവർക്കും അറിവുള്ളതാണ്. വലിയ പ്രതിസന്ധിയിലാണ് നമ്മുടെ രാജ്യം. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, രൂക്ഷമായ കാർഷിക പ്രതിസന്ധിയുണ്ട്, തൊഴിലില്ലായ്മ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഗ്രാമീണ തൊഴിലവസരങ്ങളുടെ സാധ്യത പോലും കുറഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സഹായമാകട്ടെ സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ സംവിധാനത്തിന്റെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളവും ആ നിലയിൽ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. ഇപ്പൊ ജനസംഖ്യാനുപാതികമായ 15-ാം ധനകാര്യ കമ്മീഷന്റെ വിഭവ വിതരണത്തിൽ കേരളം പിന്നോട്ട് പോയിരിക്കുകയാണ്. GST നമ്മളെ തളർത്തിയിരിക്കുകയാണ്. എന്നിട്ടും പ്രതീക്ഷകൾ കൈവിടാതെ നല്ല ഭരണനിർവഹണത്തിലൂടെ, നല്ല ഫിസ്ക്കൽ മാനേജ്മെന്റ്, ധന മാനേജ്മെന്റിലൂടെ, കൂടുതൽ വിഭവങ്ങൾ കണ്ടെത്താനുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ വൈദ്യുതിയും റോഡും അടിസ്ഥാന സൗകര്യങ്ങളും വിപുലപ്പെടുത്തി അനേക വർഷത്തേക്കുള്ള കേരളത്തിന്റെ അടിത്തറയാണ് പണിയുന്നത്. അതിൻ്റെ മികച്ച തുടക്കമാണ് ഈ കഴിഞ്ഞ 6 മാസം. നല്ല നിലയിൽ സൂക്ഷ്മതലത്തിൽ ഗവൺമെന്റിനെ വിശകലനം ചെയ്യുന്നവരുടെ മുന്നിൽ 100 മാർക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് 6 മാസത്തെ ഭരണമെന്നത് നിസ്തർക്കമാണ്. കേരളത്തിന് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ പ്രതീക്ഷയോടുകൂടി ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും കാണുന്നുണ്ട്. അത് നമുക്ക് ആ ജനങ്ങളുടെ പ്രതീക്ഷയോളം വളരാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഉണ്ടാകുമെന്നാണ് ഞങ്ങളെല്ലാം പ്രത്യാശിക്കുന്നത്. അല്ല, കേരളത്തിന് മുമ്പ് അതിനേക്കാൾ വേഗത കൂടിയ റെയിൽ പദ്ധതിയാണല്ലോ നമ്മുടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത്. അത് അതിവേഗപാതയാണ്. 1,20,000 കോടിയിലേറെ രൂപ ചിലവ് വരുന്ന തരത്തിൽ വിഭാവനം ചെയ്തതാണ്. അന്ന് ശ്രീ രമേശ് ചെന്നിത്തല അഴിമതി ലക്ഷ്യമിട്ടാണോ ഈ വിഭാവനം നടത്തിയത്? അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി എടുക്കുന്ന മുൻകൈയിനെ ഇങ്ങനെയാണോ സമീപിക്കേണ്ടത്? കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്?
എന്താ സാധാരണ രമേശ് ചെന്നിത്തലയും കൂട്ടുകാരും ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ കാലത്തിന്റെ പിന്നിൽ കാളവണ്ടി കെട്ടി സഞ്ചരിക്കുന്നവരാണ്. കാളവണ്ടിയിൽ കാലത്തിന്റെ പിന്നിൽ സഞ്ചരിക്കുക. കാളവണ്ടിയിൽ കാലത്തിന്റെ പിന്നിൽ സഞ്ചരിക്കുന്ന വേഗതയില്ലാത്ത, കമ്പ്യൂട്ടറിനെ എതിർത്ത, ട്രാക്ടറിനെ എതിർത്ത അപരിഷ്കൃതരാണ് എന്നല്ലേ ഈ ഇടതുപക്ഷത്തിന് എതിരായിട്ട് ഇവര് വിമർശിച്ച് നടന്നുകൊണ്ടിരുന്നത്? ഇടതുപക്ഷം ഒരു ശാസ്ത്ര പുരോഗതിക്കും എതിരല്ല എന്നത് വസ്തുതയാണ്. ശാസ്ത്ര മുന്നേറ്റം സാങ്കേതിക വിദ്യയായി പരിണമിച്ച് മനുഷ്യ ജീവിതത്തിന്റെ വളർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിൽ എല്ലായ്പ്പോഴും ആഹ്ലാദം പ്രകടിപ്പിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സമീപനം അക്കാര്യത്തിൽ. അല്ലാതെ ശാസ്ത്ര നിഷേധികളല്ല. ഇന്നത്തെ ലോകത്ത് അതിവേഗ പാതകൾ എന്നത് അനിവാര്യമാണ്. വികസിത രാജ്യങ്ങളിൽ ഇതൊക്കെ 40 കൊല്ലം മുമ്പ് നടപ്പിലാക്കിയതാണ്, 50 കൊല്ലം മുമ്പ് നടപ്പിലാക്കിയതാണ്. ഇതിൽ ആദ്യമായിട്ട് ഇവിടെ ഉള്ള ഒരു സാധനമല്ല ഇത്. വേഗത എന്നത് ഇന്നത്തെ സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. നമ്മളെല്ലാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വേഗത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള സജ്ജീകരണങ്ങളുമായിട്ടല്ലേ നിങ്ങളിരിക്കുന്നത്. വാർത്ത വേഗത്തിലെത്തിക്കുന്ന ആൾക്കല്ലേ മുന്തിയ പരിഗണന? അതോ റോഡിൽ അനേകം മണിക്കൂർ ചെലവഴിക്കുന്നതാണോ? ഞാൻ അതൊന്നുകൊണ്ട് പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ ആ കുഴിയിൽ നിന്നൊന്ന് കരകയറി കുറച്ചു നേരം വിശ്രമിക്കൂ. എല്ലായ്പ്പോഴും ഈ കുഴിയിലിറങ്ങിയിരിക്കണമെന്ന് വാശി പിടിക്കരുത്. വിശേഷിച്ചും മാധ്യമ പ്രവർത്തകർ. എന്തിനാ നിങ്ങൾ സ്വന്തം കുഴി കുത്തി അത് തന്നെ ഇരുന്ന് പിന്നെ എന്താ പറയാ, അല്ല വേണ്ട. അപ്പോ പിന്നെ നമ്മൾ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. കാരണം വേഗത കുറയുന്നു എന്നതാണ് പ്രത്യേകത. വാഹനങ്ങളുടെ അളവ് കൂടുമ്പോൾ, മികച്ച റോഡില്ലാത്തപ്പോൾ. ഒരു സംസ്ഥാനത്ത് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമ്പോഴാണ് നിക്ഷേപം ഉണ്ടാവുക. നിക്ഷേപം വരണ്ടേ സംസ്ഥാനത്ത്? വലിയ ദൂരക്കാഴ്ചയുള്ള വികസന സമീപനം വേണം. ഇത് UDF ചെയ്തല്ലോ, UDF പ്രഖ്യാപിച്ചല്ലോ. ഞങ്ങൾ അന്ന് UDF-നോട് എന്താ പറഞ്ഞത്? ഇത് വേണ്ടെന്നാണോ? വീതി കൂടിയ റോഡ് വേണം കേരളത്തിൽ, ദേശീയപാത വേണം എന്നിടത്ത് എന്തായിരുന്നു ഇടതുപക്ഷ സമീപനം? എന്തായിരുന്നു CPM-ന്റെ സമീപനം? ഞങ്ങളതിനെ പിന്തുണക്കുകയാണ് ഇത്. വേഗതയുള്ള യാത്രാ സൗകര്യങ്ങളെ പിന്തുണയ്ക്കാതെ നിൽക്കാൻ കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. അവിടെ സങ്കുചിതമായ വീക്ഷണമല്ല വേണ്ടത്. അതുകൊണ്ട് കേരളത്തിന്റെ താല്പര്യത്തിനെതിരായ അതിസങ്കുചിത നിഷേധ സമീപനമാണ് ഇപ്പോ UDF സ്വീകരിക്കുന്നത്. അതുമാത്രമല്ല, അവര് ഇതിനെതിരായിട്ട് കൂട്ടിയോജിപ്പിക്കുന്ന ആരൊക്കെയാ? അവര് തീവ്ര മതമൗലികതാവാദികളെ കൂട്ടിയോജിപ്പിക്കുന്നു. ഗൗരവമുള്ള വിഷയമാണ്. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഘടകങ്ങളെയാണ് അവർ ഒന്നിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസനത്തിനെതിരായിട്ട്. എത്ര അപകടകരമായ രാഷ്ട്രീയമാണ് ശ്രീ ചെന്നിത്തലയും കൂട്ടുകാരും ഇപ്പൊ കേരളത്തിൽ കൈകാര്യം ചെയ്യുന്നത് എന്നത് അവർ ഓർത്താൽ നന്ന്. കേരളം അതിനെ പിന്തുണക്കില്ല. അതുകൊണ്ട് ഈ വികസന പദ്ധതികൾക്കെതിരായി UDF-ഉം അവരെ പിന്തുണക്കുന്ന ചില മാധ്യമങ്ങളും ഇവിടുത്തെ പ്രതിലോമ സ്വഭാവമുള്ള മതമൗലികതാവാദികളും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനത്തെ ജനങ്ങൾ തിരിച്ചറിയും. ഇവർ ദേശീയപാതാ വിഷയത്തിൽ ഇത് നടത്തിയതല്ലേ? ഭൂമി നഷ്ടപ്പെട്ട, ഭൂമി കൊടുത്ത, നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭൂമി അതിനായി നീക്കിവെച്ച ആർക്കെങ്കിലും വിഷമുണ്ടായോ? 650 കിലോമീറ്റർ സ്ഥലം ഇവിടെ എടുത്തില്ലേ? എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുത്തില്ലേ? പ്രഖ്യാപിത വിലയുടെ ഇരട്ടിയിലധികം കൊടുത്തില്ലേ? ഒരു സ്ക്വയർ ഫീറ്റ് പഴയ ഒരു കെട്ടിടത്തിന് 4000 രൂപയാണ് കൊടുത്തത്. ഈ തിരുവനന്തപുരം പട്ടണത്തിൽ നിങ്ങൾ പുതിയ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ചെന്നാൽ കൊടുക്കുന്ന പൈസയേക്കാൾ കൂടുതൽ തുകയാണ് ദേശീയപാതക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തപ്പോൾ കൊടുത്തത്. ആ വസ്തുത ഇവിടെ നിൽക്കുന്നില്ലേ? നിഷേധാത്മകമായ സമീപനം. ആ നിഷേധാത്മക സമീപനത്തിനൊപ്പമല്ല കേരളം നിൽക്കാൻ പോകുന്നത്. മുൻ പ്രതിപക്ഷ നേതാവിന്റെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഈ തകരാറ് പിടിച്ച രാഷ്ട്രീയമാണ്. എന്നാണ് രണ്ടായിട്ട് കേരളം ഉപയോഗിച്ച് ദേശീയപാതയോ? ഇപ്പൊ ഒരു ദേശീയപാത ഇവിടെ വരുന്നുണ്ടല്ലോ, അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നിങ്ങളെന്ത്
ഈ എന്താ പറയാ 100 കൊല്ലം മുമ്പേ ഉള്ള കാര്യമാണോ പറയണത്? ഇപ്പോഴത്തെ നിങ്ങളുടെ മുന്നിലൊരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമുണ്ട്. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്ന് പറയുന്നതാണ് പരമമായ സത്യം. മനസ്സിലായില്ലേ? സാങ്കല്പികമായ ലോകത്ത് സഞ്ചരിച്ച് അതിൽ നിന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ടെത്തിയിട്ട് ആർക്കാ പ്രയോജനം? അല്ല, ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാക്കാൻ എല്ലായ്പ്പോഴും സർക്കാർ സന്നദ്ധമാണ്. ഈ പരിഷ്കരണങ്ങളെ സംബന്ധിച്ചും വഖഫ് നിയമനവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിലും ബന്ധപ്പെട്ട എല്ലാവരോടും സംസാരിക്കാനുള്ള പൊതു സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് തുടരുകയും ചെയ്യും. അല്ല, അത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആഹ്വാനം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സമൂഹത്തിൻ്റെ ബഹുസ്വരതയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് കരുത്തു പകരുന്ന തരത്തിൽ നമ്മൾ ആരും പെരുമാറരുത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ല, ഇതില് ജനങ്ങൾ ഈ കേരളത്തിനെതിരല്ലോ. ജനങ്ങൾ കേരളത്തിനെതിരല്ല. കേരളത്തിലെ ജനങ്ങൾ അവരിതിന് അനുകൂലമാണ്. UDF അങ്ങനെ പരിശ്രമം നടത്തിയാൽ ജയിക്കാനൊന്നും പോണില്ല. ഇപ്പൊ ഞാൻ ദേശീയപാതയിൽ പോയില്ലേ? ദേശീയപാതക്ക് സ്ഥലം എടുക്കുന്നിടത്ത് പോയിട്ട് വലിയ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? ആയിരക്കണക്കിന് ആളുകൾ അണിനിരത്തിയില്ലേ? കുട്ടികളെ മുന്നിൽ നിർത്തിയില്ലേ? സ്ത്രീകളെ മുന്നിൽ നിർത്തിയില്ലേ? കുഴപ്പമുണ്ടാക്കാനുള്ള വലിയ പരിശ്രമം നടന്നില്ലേ? അതേ സ്ഥലത്താണ് ഇപ്പൊ ആളുകൾ ഇത് പൊളിച്ചു കൊടുക്കുന്നത്. സ്വന്തം വീട് പൊളിച്ചു കൊടുക്കുക, സ്വന്തം കട പൊളിച്ചു കൊടുക്കുക. ഇതിവിടെ കേരളത്തിൽ ഉണ്ടായതല്ലേ? സർക്കാരിന്റെ തുറന്ന സമീപനമാണ് ശരി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതാണ്. കൊടുക്കുന്ന നഷ്ടപരിഹാര തുക എത്രയാ? ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഇത്രയും വലിയ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടോ? ഇതെന്താ ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ ഓരോ സ്ഥലത്തും ഏറ്റെടുക്കണം? ഒരു തീവണ്ടിപ്പാത പോകാനുള്ള സ്ഥലമല്ലേ? അതിനൊരളവില്ലേ? അതല്ലേ എടുക്കുള്ളൂ. തീവണ്ടിപ്പാതയ്ക്ക് ഒരു വീതിയില്ലേ? അല്ലാതെ ഇങ്ങനെ നമ്മളിങ്ങനെ ദീർഘമായ സ്ഥലം അളവ് അങ്ങനെ എടുക്കുന്നുണ്ടോ? ഇത് കഥ എഴുതുന്നവർക്കും എതിർ പ്രചരണം നടത്തുന്നവർക്കും അതിനെ പിന്തുണക്കുന്ന പ്രതിലോമ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർക്കുമൊക്കെ പല താല്പര്യങ്ങളുണ്ടാവും. ജനങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കില്ല. ഈ പാരിസ്ഥിതിക ആഘാതം എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ച് നല്ല ധാരണയും താല്പര്യവുമുള്ള ആളുകളാണ് ഇടതുപക്ഷക്കാർ. പരിസ്ഥിതി മൗലികവാദികളല്ല ഇടതുപക്ഷക്കാർ. അത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പരിസ്ഥിതി മൗലികവാദവും പാരിസ്ഥിതിക വിഷയങ്ങളിലെ അവഗാഹവും തമ്മിലുള്ള. പാരിസ്ഥിതിക വിഷയങ്ങളിൽ നമ്മളെല്ലാം വളരെ ജാഗ്രതയല്ലേ? പാരിസ്ഥിതിക ആഘാതത്തിന്റെ കൂടെയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിൽക്കുന്നത്? അല്ല. നമ്മുടെ പ്രകടന പത്രിക തന്നെ ആ വിഷയത്തിൽ സൂക്ഷ്മതലത്തിലുള്ള സമീപനം ഉയർത്തിപ്പിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പാരിസ്ഥിതിക ആഘാതത്തിന്റെ ഒപ്പമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്നത്. നമുക്ക് വിപുലമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതേസമയം പാരിസ്ഥിതിക മേഖലയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പരിസ്ഥിതി സന്തുലന അവസ്ഥ പുനഃസ്ഥാപിക്കുന്ന തരത്തിലായിരിക്കണം വികസന സമീപനം എന്നത് പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയുടെ 8ാം ഭാഗത്തിൽ വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ആ പ്രകടന പത്രിക നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യോഗം കഴിഞ്ഞു പോയിട്ട് ഒന്ന് നോക്കി ഒരു തകരാറും അതിലില്ലാതെയായിരിക്കും ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളെ ആകെ മുന്നോട്ട് പോകാൻ. അത് ഇന്നത്തെ ഒരു സാമൂഹ്യ അവബോധമാണ് പാരിസ്ഥിതിക വിഷയം. അവിടെ ഇടതുപക്ഷത്തിന് വിട്ടുവീഴ്ചയില്ല. വികസനം എന്നത് ഇന്നത്തെ അനിവാര്യമായ ഒരു ആവശ്യകതയാണ്. കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാവി കേരളം എത്ര അപകടകരമായ അവസ്ഥയിലെത്തും? അതിനോട് നമ്മൾ ആ സമീപനം സ്വീകരിക്കും. എല്ലാ രംഗത്തും ഈ പ്രകൃതിയുടെ സന്തുലിതത്വം നിലനിർത്താവുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ. വാഹനങ്ങളുടെ മേഖലയിൽ, ഗൃഹനിർമ്മാണത്തിൽ, നമ്മുടെ മാലിന്യ സംസ്കരണത്തിൽ വിപുലമായൊരു മേഖലയില്ലേ? വിപുലമായൊരു മേഖലയാണത്. അതിന് ആ സമഗ്രതയിൽ ഗവൺമെന്റ് കാണും. വെള്ളപ്പൊക്കത്തിൽ കേരളയിൽ മുങ്ങുന്നതിലുള്ള താങ്കളുടെ എന്താ ഞാൻ പറയാ, അതിലുള്ള നിങ്ങളുടെ ആശങ്ക എന്നാ ഞാൻ വിചാരിച്ചു. ഇതെന്ത് ചെക്കിടാമോ? അല്ല, എതിർക്കുന്നവരുടെ പക്ഷം പിടിച്ച ആണ് നിങ്ങൾ ഈ ചോദ്യം ഉന്നയിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ പൂർത്തീകരിക്കട്ടെ എന്ന്. അത് നിങ്ങൾക്ക് കേരളത്തോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഞങ്ങളോടുമുള്ള
സ്നേഹത്തിൻ്റെ ഭാഗമാണ്, കരുതലിൻ്റെ ഭാഗമാണ് എന്നും എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് കേരളത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണ്. മുഴുവൻ കാര്യങ്ങളിലും സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് ആവശ്യമായ വിഭവം കണ്ടെത്തി ഗവൺമെൻറ് ആളുകളെ വിശ്വാസത്തിലെടുത്ത് ഇത് പൂർത്തീകരിക്കും. ഭൂമി നഷ്ടപ്പെടുന്നവരോട് ദേശീയപാതാ വിഷയത്തിൽ നമ്മൾ അവരെ വിളിച്ച് സംസാരിക്കുകയാണല്ലോ ചെയ്തത്. എല്ലാവരും അനുകൂലിച്ചല്ലോ. അതല്ലേ അനുഭവം? ആ അനുഭവം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ സംശയം അവിടെയാണ്. അനുഭവം ഇവിടെ കൃത്യമായി നമ്മുടെ മുന്നിലില്ലേ? അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 1 ഇഞ്ച് സ്ഥലം എടുക്കാൻ കഴിഞ്ഞില്ല, അളക്കാൻ പോലും കഴിഞ്ഞില്ല. അളക്കാൻ ചെന്നപ്പോ മതമൗലികവാദ സ്വഭാവമുള്ള സംഘടനകൾ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോ നിശബ്ദനായി കീഴടങ്ങി പിൻവാങ്ങി. അതാണ് അനുഭവം. ആ സമീപനമല്ല സ്വീകരിച്ചത്. ജനങ്ങളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു, മികച്ച നഷ്ടപരിഹാരം നൽകി, സമൂഹത്തെ വിശ്വാസത്തിലെടുത്തു, നല്ല നിലയിൽ അത് പൂർത്തീകരിച്ചു. അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ഈ കാര്യങ്ങളിൽ തെളിയിച്ചിരിക്കുകയില്ലേ? 2 സന്ദർഭങ്ങളിൽ നമ്മൾ തെളിയിച്ചില്ലേ?